എന്തിനാണ് നീ കൂടെ പോലീസുകാരെ തന്നെയായിട്ട് അയാൾ കുടിച്ചേച്ച് സത്യമാ സാർ അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടായി നീയൊക്കെ കൂടെ തല്ലിക്കളയല്ലേ? സാർ ഇത് വലിയ കഷ്ടമാണ് സാർ. അപ്പൊ തല്ലിയ നീയാണ്. എക്സ്ക്യൂസ് മീ സാർ. മേ ഐ കം ഇൻ? യെസ്. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? സാർ അത് ഞാൻ നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാം വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. മതി മതി. എന്താ ഇവിടെ? ഞാനിവരെ കസ്റ്റഡിയിലെടുക്കാൻ, സോറി, ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഓ, ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ, ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ട് കാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ്. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സർ. ഓ, ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദക്ക് സംസാരിക്കടാ. ഓ, ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്, അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്ത് ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. പോയിക്കോ. ഓ, പറ. അരുമ്പാറ. അരിമ്പാറയല്ല, വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ. എന്താണേലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽ പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, മിനിസ്റ്ററുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു കാണും ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, if you want any further clarifications regarding ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ. വരട്ടെ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഈ പീതാംബരൻ ഏറ്റല്ല അത് ചെയ്തിരിക്കും. ഇതതുപോലെയല്ല ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഓക്കെ കുട്ടെ. ഓ, കണ്ണും കണ്ണും കൊള്ളയടിക്കാൻ, കടലെ വാനം കൊള്ളയടിക്കാൻ. എന്താ സാറേ ഒരു പരിങ്ങല്? എന്ത് പറയുന്നു? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ. എന്താണ് ബാറ് സംഭവിച്ചത്? സത്യം പറഞ്ഞു ഇല്ല, നിന്നെ ഒരു ടൂറിസ്റ്റ് പഴം പൊതിഞ്ഞു കെട്ടി കക്കയും ഡാമിക്കൊണ്ട് കെട്ടിത്താത്തുകൾ ഞങ്ങൾ അറിയാലോ. പോലീസുകാരൻ ഗോപി സ്ഥിരമായി ബാറിൽ വന്ന് കുടിച്ചിട്ട് 100-ന്റെയും 500-ന്റെയും നോട്ട് എടുത്ത് കൊടുത്തപ്പോ പിള്ളേരാരാണ് തമാശക്ക് കള്ളനോട്ടാണോ സാറേന്ന് ചോദിച്ചപ്പോ അയ്യോ അങ്ങനെ ചോദിച്ചപ്പോ
ചോദിച്ചപ്പോ പറയടാ. അങ്ങനെ ചോദിച്ചപ്പോ പറ. അയാള് ചൂടായിട്ട് പിള്ളേരൊക്കെ ചീത്ത വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഗാഡിയായി പോയത് പൊന്നു സാറേ. കോൺഫെഡറേഷൻ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇതുപോലെ വിളിപ്പിക്കും. ഫർദർ ക്ലാരിഫിക്കേഷന് വന്നോണം. വിളിക്കാതെ തന്നെ വരാ സാറേ. ആ, ഈ തുണിയും കെട്ടൊക്കെ എടുത്തോണ്ട് വെക്കാം. ഓയ്, ഓ, 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 എന്ത് പറ്റി സാർ? എന്താ വിട്ടുകളഞ്ഞത്? അല്ല, കള്ളനോട്ടാണോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ ഗോപി എന്തിനാ ചൂടായത്? സാർ, മനസ്സിലെന്താണെന്ന് പറഞ്ഞാലേ. വേണ്ട, പറഞ്ഞാ ചിലപ്പോ മണ്ടത്തരമായി പോയാലോ. നമുക്ക് ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. സേ എ ബ്ലൈൻഡ് ട്രൈ. ഇന്ദു, ഉറങ്ങിയോ നീ? സാരമില്ല, ഐ നീഡ് സം ഹെൽപ്പ്. ഒരു ചെറിയ സഹായം. എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ. ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കെ. നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കണം. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ. എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു, അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിൽ ഇരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാനെന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്? സത്യം എന്താന്നറിഞ്ഞാല് ഒരു പക്ഷേ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ? വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട് അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ. അയ്യോ ഇല്ല ചേച്ചി. ചേച്ചി വാ. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. പക്ഷെ വേണുമ്പോ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ. തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ദുഷ്ടനാ ചേച്ചി. ചോദിച്ചാ തരത്തില്ല. പിന്നെ ഞാനങ്ങ് എടുക്കും. ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ആ പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യിലാ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു. കുട്ടിക്ക് പ്രയാസമില്ലെങ്കിൽ മാത്രം. അയ്യോ അതിനെന്താ ചേച്ചി, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി ഇവിടെ നിന്നാ മതി. ആ പിന്നെ ഉണരെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വരാം.
അയ്യോ എന്താ എന്തിനാ ഇയാൾ കാണണമെന്ന് പറയുന്നത്? ആ ഇവന് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞാ കയറി വന്നത്. ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്ത് പറ്റിയടോ? സാർ അത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ആ പോലീസുകാരൻ മരിച്ചു എന്നറിഞ്ഞു. അതിനെന്താ, അയാളുടെ പേരിൽ വല്ല ഫണ്ട് പിരിവ് നടത്താൻ ഉദ്ദേശമുണ്ടോ വട്ടപ്പാറയ്ക്ക്? അയ്യോ ഇല്ല സർ. പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ. ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് ഇവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ. എന്താടാ, നീയാണോ അയാളെ കൊന്നത്? അയ്യോ അല്ല സർ. പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ചതിന്റെ സത്യാവസ്ഥ. സത്യാവസ്ഥ അന്ന് അയാളെ തല്ലിയത് സണ്ണിച്ചനാ സാർ. പറയടാ, ഏത് സണ്ണിച്ചൻ? അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ സണ്ണിച്ചൻ.